വിശുദ്ധ ഖുർആനിൽ ഒരു പിതാവ് തന്റെ മകന് കൊടുക്കുന്ന ഒരുപാട് ഉപദേശങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. വലിയ വലിയ അർത്ഥതലങ്ങളിലേക്ക് പോകുന്ന വിശദീകരണമാണ്, ഉപദേശങ്ങളാണ് ആ പിതാവ് തന്റെ പ്രിയപ്പെട്ട മകന് കൊടുക്കുന്നത്. ആ പ്രിയപ്പെട്ട പിതാവിന്റെ പേരിലാണ് ആ അധ്യായം അറിയപ്പെടുന്നത്. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ആണ് ആ പിതാവ്. ഒരിക്കൽ അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട മകനോട് പറഞ്ഞു, മകനെ, 1/3 അള്ളാഹുവിനും 1/3 സ്വന്തം കാര്യത്തിനും 1/3 പുഴുക്കൽക്കുമാണ് അള്ളാഹു താല ഒരു മനുഷ്യന്റെ ജീവിതം നിർണയിച്ചിട്ടുള്ളത്. അതിൽ 1/3 അള്ളാഹുവിനുള്ളതാണ് എന്ന് പറയുന്നത് അവന്റെ റൂഹാൻ, നമ്മുടെ ആത്മാവ് പടച്ചവനാണ്. അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മുടെ റൂഹ് നാം സമർപ്പിക്കേണ്ടത്. നാളെ അള്ളാഹുവിലേക്കാണ് ആ റൂഹ് മടങ്ങിപ്പോകുന്നത്. ആത്മാവ് അള്ളാഹുവിന് മാത്രമറിയുന്ന അവന്റെ പ്രത്യേകമായ ഇടപെടലുള്ള അവനിൽ നിന്ന് നമ്മിലേക്ക് ഊതപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ റൂഹ് എപ്പോഴും അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകേണ്ടതാണ്. ആ റൂഹിനെയാണ് നാം എപ്പോഴും പരിപോഷിപ്പിക്കേണ്ടത്. ആ റൂഹിനെയാണ് നാം എപ്പോഴും പരിപാലിക്കേണ്ടത്. ആ റൂഹിനെയാണ് നാം എപ്പോഴും ഊർജ്ജസ്വലതയുള്ളതാക്കേണ്ടത്. ആ റൂഹിനെ അല്ലാഹു തആല പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് നൽകിയിട്ടുള്ള മാസമാണ് പരിശുദ്ധമായ റമളാൻ. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് സ്വന്തത്തിനുള്ളതാണ് 1/3. അത് അമലുഹു, അവന്റെ സൽക്കർമ്മങ്ങളാണ്, അല്ലെങ്കിൽ അവന്റെ ദുഷ്കർമ്മങ്ങളാണ്. സ്വന്തമായി നമുക്കെന്തുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മുടെ അമലുകൾ, അത് നന്മയുള്ളതാണെങ്കിലും തിന്മയുള്ളതാണെങ്കിലും, അത് ദുഷ്കർമ്മമാണെങ്കിലും അത് സൽക്കർമ്മമാണെങ്കിലും, അതാണ് ഖുർആൻ പറഞ്ഞത്, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹു വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറ യറഹു. അത് അണുമണി തൂക്കം നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അവൻ നാളെ അത് കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അത് നമുക്കുള്ളതാണ്. മൂന്നാമതായി മകനോട് പറയുന്നു, മകനെ, ഇനിയുള്ള സുലുസ് 1/3 അത് പുഴുക്കൽക്കുള്ളതാണ്. അത് നമ്മുടെ ശരീരമാണ്. നമ്മുടെ ജസദ്, നമ്മുടെ ബോഡി, നമ്മുടെ ശരീരം, അത് പുഴുക്കൽക്കുള്ളതാണ്. അത് നാം ഖബറിലേക്ക് കൊണ്ടുവെക്കപ്പെട്ടാൽ അത് പുഴുക്കൾ തിന്നുകൊണ്ട് പോവുകയാണ്. കരിച്ചു കളഞ്ഞാൽ അത് ഭസ്മമായി മാറുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന് കൊടുക്കാനുള്ള നമ്മുടെ റൂഹിനെ നാം മൈൻഡ് ചെയ്യാതെ, നെവർ മൈൻഡായി അതിനെ വേണ്ട പരിഗണന കൊടുക്കാതിരിക്കുന്നു. നമ്മുടെ ശരീരത്തിനാവശ്യമായ, അല്ലെങ്കിൽ നമുക്കാവശ്യമായ, നമ്മുടെ നഫ്സിനാവശ്യമായ കർമ്മങ്ങളെ നന്നാക്കാതെ ദുഷ്കർമ്മങ്ങളിലായി നാം സഞ്ചരിക്കുന്നു. നേരെ മറിച്ച് പുഴുക്കൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ബോഡി നാം ജിംനേഷ്യത്തിൽ പോയും, അതുപോലെ തന്നെ നാം ഏതെല്ലാം നിലയിലുള്ള ഭക്ഷണങ്ങൾ ക്രമീകരിച്ച് നമുക്ക് അതിനെ പരിപോഷണം നൽകാൻ കഴിയുമോ അതൊക്കെ നാം ചെയ്യുന്നുമുണ്ട്. സത്യത്തിൽ നാം ചെയ്യേണ്ടത് നമ്മുടെ റൂഹിനെ പരിശുദ്ധമാക്കലാണ്.